ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സംഘർഷത്തിന് ശേഷം അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ണുകൾ ഇന്ത്യയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ചൈനയിൽ വികസിപ്പിച്ചെടുത്ത PL-15 എയർ ടു എയർ മിസൈലാണ് ലോകത്തിന് ഇന്ത്യയോടുള്ള താല്പര്യം ഇത്രയങ്ങ് വർദ്ധിക്കാൻ കാരണം. ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ച മിസൈലാണിത്. എന്നാൽ ഇന്ത്യൻ സൈന്യം ആക്രമണം തടയുകയും മിസൈൽ തരിപ്പണമാക്കുകയും ചെയ്തു. അമേരിക്ക, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഫ്രാൻസ്, ജപ്പാൻ എന്നിവ ഉൾപ്പെടുന്ന ഹൈവ് ഐസ് ഇന്റലിജൻസ് അലയൻസ് അതിന്റെ അവശിഷ്ടങ്ങൾക്കായി തിരയുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ചൈനയുടെ ആധുനിക സൈനിക സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഈ രാജ്യങ്ങൾ ഈ അവശിഷ്ടങ്ങൾ ഗവേഷണം ചെയ്യാനുള്ള നീക്കത്തിലാണ്. മെയ് 6 മുതൽ മെയ് 10 വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നീണ്ടുനിന്ന സംഘർഷത്തിനിടെ പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ നിന്ന് PL-15 മിസൈലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ചൈനയിൽ നിന്ന് ലഭിച്ച J-10C, JF-17 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് PL-15E മിസൈലുകൾ വിക്ഷേപിച്ചെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ആധുനിക ആയുധം ആദ്യമായാണ് ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ആയുധ നിർമ്മാണത്തിൽ മുൻപന്തിയിലുള്ള ചൈനയുടെ എതിരാളികളായ രാജ്യങ്ങൾ ഈ മിസൈലിനെ ഒരു നിധിയായി കാണുകയും ഇന്ത്യയിൽ നിന്ന് അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. ചൈനയുടെ വ്യോമ പോരാട്ട ശേഷിയുടെ ഒരു നിർണായക ഭാഗമാണ് PL-15 മിസൈൽ. 2015 മുതൽ 2017 വരെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് PL-15 ഉപയോഗിച്ചിരുന്നു. കയറ്റുമതി ചെയ്യുന്ന PL-15E 2021 സുഹായ് എയർ ഷോയിലാണ് അവതരിപ്പിച്ചത്. PL-15നേക്കാൾ കുറഞ്ഞ ദൂരപരിധിയാണ് PL-15E മിസൈലുകൾക്കുള്ളത്. അമേരിക്കയുടെ AIM-120D യൂറോപ്പിന്റെ MBDA മെറ്റീരിയൽ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനായാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതിന്റെ AESA റാഡർ സീക്കർ, 2-വേ ഡാറ്റ ലിങ്ക്, ഡ്യുവൽ പൾസ് മോട്ടോർ എന്നിവ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉദാഹരണങ്ങളാണ്. അവശിഷ്ടങ്ങൾ വിശകലനം ചെയ്യുന്നത്, അതിന്റെ മാർഗനിർദ്ദേശ സംവിധാനം, പ്രൊപ്പൻഷൻ, ഇലക്ട്രോണിക് യുദ്ധം, ചൈനയുടെ സൈനിക കഴിവുകൾ എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകും. ചൈനയുമായുള്ള ഭാവിയിലെ ഏത് സംഘർഷങ്ങളിലും പ്രത്യേകിച്ച് അമേരിക്ക ഇത് സഹായിക്കുമെന്നാണ് നിഗമനം. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സും നേവൽ എയർഫോഴ്സും പാകിസ്ഥാൻ വ്യോമസേനയും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ദൃശ്യപരിധിക്കപ്പുറത്തുള്ള ശത്രു വിമാനങ്ങളെ കാണാനും തകർക്കാനുമാകും. ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിത മിസൈൽ ഉപയോഗിച്ചു എന്നതിന് സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഇന്ത്യൻ സേനാ മേധാവികളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത മിസൈലിന്റെ ചിത്രങ്ങളും അവശിഷ്ടങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു. PL-15 മിസൈലിന്റെ അവശിഷ്ടങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. PL-1 ഒരു ദീർഘദൂര എയർ ടു എയർ മിസൈലാണ്. ചൈനയുടെ 607 ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് മിസൈൽ വികസിപ്പിച്ചെടുത്തത്. ഉയർന്ന വേഗത, നാവിഗേഷൻ, സാറ്റലൈറ്റ് അപ്ഡേറ്റുകൾ, അഡ്വാൻസ്ഡ് ആക്റ്റീവ് റഡാർ സ്പീക്കർ എന്നിവ ഉൾക്കൊള്ളുന്ന സങ്കീർണമായ ഗൈഡൻസ് സിസ്റ്റമാണ് ഇതിനുള്ളത്. ദൃശ്യപരിധിക്ക് അപ്പുറമുള്ള ദൂരത്തുള്ള ശത്രു വിമാനങ്ങളെ നേരിടാനാകും. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത മിസൈൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സും നേവൽ എയർഫോഴ്സും പാകിസ്ഥാൻ വ്യോമസേനയുമാണ് ഉപയോഗിക്കുന്നത്. PLA ഫിക്സഡ് വിംഗ് കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾ വഹിക്കുന്ന എയർ ടു എയർ മിസൈലാണിത്. 2011 ആദ്യമായി പരീക്ഷിക്കുന്നത്. 2015 മുതൽ 2017 വരെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് PL-15 ഉപയോഗിച്ചിരുന്നു. കയറ്റുമതി ചെയ്യുന്ന PL-15E 2021 സുഹായ് എയർ ഷോയിലാണ് അവതരിപ്പിച്ചത്. PL-15നേക്കാൾ കുറഞ്ഞ ദൂരപരിധിയാണ് PL-50ക്കുള്ളത്. PL-50E ആദ്യമായി ഉപയോഗിക്കുന്നത് 2025 ഇന്ത്യ പാകിസ്ഥാൻ ആക്രമണങ്ങൾക്കിടയിലാണ്. ഈ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ വീണു. ഇത് ഇന്ത്യൻ സേന കണ്ടെടുത്തിട്ടുമുണ്ട്. അവശിഷ്ടങ്ങൾ ഇന്ത്യൻ ഇന്റലിജൻസും അമേരിക്കൻ ഇന്റലിജൻസും വിശകലനം ചെയ്തേക്കും. ഒരു PL-15E മിസൈലിന്റെ ഏകദേശ ചെലവ് $9 ലക്ഷം 12 ലക്ഷം ഇടയിലാണ്. ഒരു PL-15Eയുടെ വില ഏകദേശം $10 ലക്ഷം ആകുമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ചൈനയുടെ കുറഞ്ഞ ഉൽപാദന ചെലവ് ഈ തുകയിലും കുറഞ്ഞ ചെലവിൽ പാകിസ്ഥാന് മിസൈൽ ലഭിക്കാൻ കാരണമാകും. തണ്ടർബോൾട്ട് 1 എന്നറിയപ്പെടുന്ന PL-15 ചൈനയുടെ 607 ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്തതാണെങ്കിലും ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രി കോർപ്പറേഷനാണ് നിർമ്മിച്ചത്. PL-15ന്റെ ചൈനീസ് പതിപ്പിന് 200 തൊട്ട് 300 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. കയറ്റുമതി വകഭേദമായ PL-50Eക്ക് പരമാവധി 145 കിലോമീറ്ററാണ് ദൂരപരിധി. 20 തൊട്ട് 25 കിലോഗ്രാം ഭാരം വരുന്ന സ്ഫോടക വസ്തു വാർഹെഡ് മിസൈൽ സജ്ജീകരിച്ചിരിക്കാം. പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്തതിനു ശേഷം ബുധനാഴ്ച ചൈനീസ് PL-15 മിസൈൽ ഉപയോഗിച്ചതായി പാകിസ്ഥാൻ വ്യോമസേന സമ്മതിച്ചിട്ടുണ്ട്.
ചൈനീസ് മിസൈൽ മുൻപ് യുദ്ധത്തിൽ പരീക്ഷിച്ചിട്ടില്ലാത്തതിനാൽ ഏതെങ്കിലും രാജ്യം PL-15 മിസൈലിന്റെ ആദ്യ സ്ഥിരീകരണ പ്രവർത്തന ഉപയോഗത്തെയാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. PL-50 ഒരു റാഡർ നിയന്ത്രിത ദീർഘദൂര എയർ ടു എയർ മിസൈലാണ്. ഇത് 200 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ളതും ശത്രു വിമാനങ്ങൾക്ക് ഒരു പ്രധാന ഭീഷണിയായി കണക്കാക്കപ്പെടുന്നതുമാണ്. കിഴക്കൻ ലഡാക്കിനോട് ചേർന്നുള്ള തങ്ങളുടെ ഭാഗത്ത് ചൈന സേന വിന്യസിപ്പിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ നിർണായകമായ നീക്കം. പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി T-72, T-19 ടാങ്കുകളും കരസേന വിന്യസിച്ചിട്ടുണ്ട്. ദീർഘകാല പോരാട്ടം ആവശ്യമെങ്കിൽ അതിന് സുസജ്ജമായിക്കൊണ്ടാണ് ഇന്ത്യൻ കരസേന നീക്കം നടത്തുന്നത് എന്നാണ് റിപ്പോർട്ട്. 14,500 അടി ഉയരത്തിൽ ചൈന ഉയർത്തുന്ന ഏത് വെല്ലുവിളികളെ നേരിടാൻ സന്നദ്ധമാണ് ഇന്ത്യൻ സൈന്യമെന്ന് വിളിച്ചോതുന്നതാണ് മേഖലയിൽ ഇന്ത്യ ഉയർത്തിയിരിക്കുന്ന സൈനിക സന്നാഹങ്ങൾ. ചൈനയ്ക്കെതിരെ ലഡാക്ക് പോലുള്ള ദുർഘട പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന ഫയർ ആൻഡ് ഫ്യൂരി കോർപ്പ് ലോകത്ത് തന്നെ മറ്റൊരിടത്തുമില്ലെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. സായുധ സൈനികൾക്ക് പുറമെ ഹെലികോപ്റ്ററുകളും ട്രാൻസ്പോർട്ട് വിമാനങ്ങളും ഇന്ത്യ ലഡാക്ക് മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ചുമ ഡെംചോക് മേഖലയിലെ -40 ഡിഗ്രി താപനിലയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന BMP-2 ഇൻഫൻട്രി ടാങ്കുകളും മേഖലയിൽ ഇന്ത്യ സജ്ജമാക്കിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയായി വിലയിരുത്തപ്പെടുന്ന മേഖലയിൽ ചൈനയ്ക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തുകയാണ് ഇന്ത്യൻ സേന. ചൈനയുടെ വ്യോമശേഷിയിൽ പ്രധാനിയായ PL-15 മിസൈലുകളുടെ ദീർഘദൂരശേഷിയാണ് പ്രത്യേകത. കഴിഞ്ഞ വർഷം നവംബറിൽ സുഹായി എയർ ഷോയിലാണ് ചൈന നൂതന എയർ ടു എയർ മിസൈൽ പ്രദർശിപ്പിച്ചത്. റഡാർ ഗൈഡഡ് ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ ഒന്നാണിത്. ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈനയാണ് മിസൈൽ നിർമ്മിച്ചത്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയിൽ ഇവയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇന്ത്യയുടെ എയർ ടു എയർ മിസൈൽ സംവിധാനത്തിനും PL-50 മിസൈലുകളുടെ ശേഷിയുണ്ട്. ഇന്ത്യയുടെ നൂതന എയർ ടു എയർ മിസൈലായ ആസ്ട്ര MK-3ക്ക് പരമാവധി 340 കിലോമീറ്ററാണ് പരിധിയുള്ളത്. സുഖോയ് Su-30 MK വിമാനങ്ങളിലും തേജസ് വിമാനങ്ങളിലുമാണ് ഇത് ഉപയോഗിക്കുന്നത്. നിലവിൽ റഫേൽ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഫ്രഞ്ച് നിർമ്മിത മെറ്റിയോർ മിസൈലുകൾക്ക് 200 കിലോമീറ്റർ താണ്ടാനാകും.